സർ, സമാധാന നോബൽ പ്രൈസ് അത് പ്രഖ്യാപിക്കാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ട്രംപ് ഇങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിന് വേണ്ടി എന്ന് വേണം കരുതാൻ. പട്ടികയിൽ 5ഓളം പേരാണുള്ളത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു നോബൽ പ്രൈസ് കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം അതേപോലെ ഈ നോബൽ പട്ടികയിലേക്ക് ഒരു പാകിസ്ഥാന്റെ ഒരു മുൻ പ്രധാനമന്ത്രി കൂടി ഇടം പിടിച്ചിട്ടുണ്ട്. നോബൽ പ്രൈസ് അനൗൺസ് ചെയ്യാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നമുക്ക് എങ്ങനെ അതിനെ വിലയിരുത്താം? ഈ നോബൽ കമ്മിറ്റി അവരുടെ മുമ്പിൽ വരുന്ന ലിസ്റ്റുകൾ 300ഓളം ആളുകളുടെ പേരുകൾ അവർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന ഒരു വാർത്ത. അതില് ആരുടെയൊക്കെ പേരുണ്ട്? അതില് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ആളിന്റെ പേരും ഇദ്ദേഹത്തിന്റെ പേര്. ഇനിയിപ്പോൾ മോഡിയുടെ പേരുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, നോബൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. ഈ ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്ന, നൊബേൽ സമ്മാനം കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ. അതിൻ്റെ അകത്ത് ഒരുപാടധികം ലോബിയിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നോബൽ സമ്മാനത്തിന്റെ പിന്നിലെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ കാലത്തും ഇപ്പൊ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും രസകരമായ കാര്യം മഹാത്മാഗാന്ധിക്ക് കൊടുക്കാത്ത ഒരു പ്രൈസാണ് ഈ നോബൽ സമ്മാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ആളുകൾക്ക്, മഹാത്മാഗാന്ധിയെ അനുകരിച്ച മാർട്ടിൻ ലൂതർ കിങ്ങിന് ഈ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് മരണാനന്തരമാണെങ്കിൽ പോലും ഈ ബഹുമതി കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്ത ഈ നോബൽ സമ്മാനത്തിന് അഹിംസയുടെ വക്താവായ, അത് അഹിംസ കൊണ്ട് ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരാൾക്ക് കൊടുക്കാൻ കഴിയാതെ പോയ സമ്മാനം ആർക്ക് കൊടുത്തിട്ടും അത് കാര്യമാകുന്നില്ല, ആ മൂല്യത്തോളം ഒപ്പം എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. പിന്നെ ഇദ്ദേഹത്തിന്, ഡൊണാൾഡ് ട്രംപിന് ഈ സമ്മാനം നൽകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത് ലോകത്തിന് മൊത്തം സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം കാക്ഷിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഈ വാർദ്ധക്യത്തില് അത്യാവശ്യമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന, ലോകമെല്ലാം താനൊരു സമാധാന പ്രിയനാണ് എന്ന് ഘോഷിക്കുന്ന ഒരവസ്ഥ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ നോബൽ സമ്മാനത്തിന് പിന്നാലെ പാഞ്ഞു നടക്കുന്നത്. അതിനുള്ള ലോബിയിങ് എന്താണ് എന്നുള്ളതൊക്കെ പിന്നീട് മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ ഇതിലെ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നവരൊക്കെ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം അനർഹനാണെന്നൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ടേമില്, ട്രംപ് ഇരുന്ന ടേമില് അദ്ദേഹം ഒരു സംഘർഷം പോലും ഒരു രാജ്യവുമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. കുത്തിത്തിരിപ്പ് പോലും ഉണ്ടാക്കാത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം നമ്മൾ ഈ സമാധാനം എന്ന് പറയുക എങ്കിൽ പോലും അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റിസ്ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പിൻവാങ്ങി നിൽക്കുന്ന പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ ടേമില്. ഇപ്രാവശ്യം ഇദ്ദേഹത്തിന്റെ വാർത്തകളിൽ ഇത്രയധികം ഇടം പിടിക്കാൻ ഇടയാക്കിയത് ഈ താരിഫ് വിഷയങ്ങളാണ്. അതായത് ആ രാജ്യത്തിന്, US-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമ്പത്തിക നില വളരെ തകർന്നിരിക്കുന്നത് കൊണ്ട് അവര് കണ്ടുപിടിച്ചൊരു മാർഗമാണ്, എക്കണോമിസ്റ്റുകൾ ഉപദേശിച്ചിട്ടുള്ളൊരു മാർഗമാണ് ഈ പറയുന്ന നികുതി ചുമത്തൽ എന്ന് പറയുന്നത്. അത് വളരെ പരമ്പരാഗതമായി പണ്ടുതൊട്ടേ എല്ലാ ഭരണാധികാരികളും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നമ്മുടെ ഖജനാവ് ശൂന്യമാകുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മദ്യത്തിന്റെ നികുതി കൂട്ടും. അങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ ഇന്ത്യയിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ 35% വരുന്ന കയറ്റുമതിയെ ബാധിക്കുന്ന ഒരു വിഷയമായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല.
അതിനെപ്പറ്റി അവരുടെ അമേരിക്കൻ കോൺഗ്രസിലൊക്കെ ചർച്ച നടക്കുകയും ചില ബില്ലുകൾ പിടിച്ചു വെക്കുകയും അദ്ദേഹത്തിന്റെ നടപടികളെ എതിരായിട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എന്തൊക്കെ പറയുകയാണെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് പലയിടത്തും ഡൊണാൾഡ് ട്രംപിനെ തോന്നുമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഇന്റൻഷൻ, അതായത് ലോകത്ത് ഒരു സംഘർഷം ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നതിനെ പറ്റി അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഗാസ കരാറിലെ അവര് ഈ ഗാസയിലെ വിപ്ലവകാരികൾ പറയുന്നത് അവരെ പെടുത്താനുണ്ടാക്കിയ ഒരു കരാറാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ചിട്ട് അവർ പ്രാഥമികമായിട്ടും ട്രംപ് കൊണ്ടുവന്ന കരാറിനോട് അനുകൂലിക്കാൻ പ്രഥമ ദൃഷ്ട്യ, അതായത് അവിടുന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇന്നിപ്പം നെതന്യാഹുവും ഇവരും ഗാസയിലെ ഹമാസും ഒരുപോലെ ട്രംപിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമാധാനത്തിന്റെ അതായത് ദക്ഷിണേഷ്യ, മധ്യേഷ്യയിലൊക്കെ ഈ പറയുന്ന സമാധാനത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായില്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മളുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഗതിക്ക് തന്നെ പ്രയാസം ഉണ്ടാകും എന്നുള്ളത് അല്ല. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രവചിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെയല്ല ഇതിൻ്റെ അകത്തെ പല കാര്യങ്ങളും നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് വ്യക്തമായ നോബൽ സമ്മാനമാണെങ്കിൽ പോലും വളരെ വ്യക്തമായ ലോബിയിങ് ഉണ്ടായിരിക്കും. ആ ലോബിയിങ്ങിൽ എത്രമാത്രം വിജയിക്കാൻ പറ്റും എന്നുള്ളത്, വിജയിക്കാൻ പറ്റുന്നല്ല, എത്രയാണ് ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന മാർക്ക് എന്നുള്ളതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും നോബൽ സമ്മാനം ഇദ്ദേഹത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. അപ്പം ഇപ്പൊ നോബൽ കമ്മിറ്റി പറയുന്നത് ഇതുവരെ അവരൊരു കാര്യവും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടികളാണ്, മാധ്യമങ്ങൾ പറയുകയാണ്. പിന്നെ ഇദ്ദേഹവും മറ്റു ചിലരുമൊക്കെ ഇങ്ങനെ നോബൽ സമ്മാനം വേണം എന്ന് പറഞ്ഞ് പബ്ലിക് ഒപ്പീനിയൻ ഗ്യാദർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഡൊണാൾഡ് ട്രംപിന് ഒരു നോബൽ സമ്മാനം ലഭിക്കുന്നത് നല്ലതാണ്. ഇതിനു മുമ്പ് തന്നെ പല അമേരിക്കൻ പ്രസിഡന്റുമാർക്കും ഇത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു നോബൽ സമ്മാനം വേണം എന്നുള്ളൊരു താല്പര്യം അതാണ് ഇരിക്കുന്നത്. അതുപോലെ ഇനിയും ഉണ്ട് 24 മണിക്കൂറിന് മേലെ ഇന്ത്യൻ സമയം IST അനുസരിച്ചിട്ടാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്കോ മറ്റോ ഉള്ളൂ ഈ നോബൽ സമ്മാനം പ്രഖ്യാപിക്കത്തുള്ളൂ. അതോ ഇന്ന് രാത്രിയിലോ മറ്റോ ആണ്. അപ്പം ഇത്രയും സമയം നമ്മളിങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് മാർഗമുള്ളൂ. ഒരു പ്രഥമ ദൃഷ്ട്യ ഈ കാര്യത്തില് നോബൽ സമ്മാനത്തിന് ഇപ്പോൾ ട്രംപിനെ മാറ്റി നിർത്തി കൊടുക്കാവുന്ന ഒരാളുടെ പേരും നമ്മൾ ഉയർന്നു വന്നതായിട്ട് കണ്ടിട്ടില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പേര് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ബാക്ക്ഡ്രോപ്പില് ഒരാളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാവണം എന്നേ എനിക്ക് തോന്നുള്ളൂ. അപ്പൊ നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു ട്രാക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് അത് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോബൽ പ്രൈസിനായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ട്രംപിന്റെ സ്വപ്നം പൂവണിയുമോ ഇല്ലയോ എന്നുള്ളത് മണിക്കൂറുകൾക്കകം അറിയാൻ സാധിക്കും. അശോക് സാർ പറഞ്ഞതുപോലെ മുൻപ് അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ചിലർക്ക് ഇത്തരത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവർ നൽകിയ അതേ സംഭാവനകൾ ട്രംപ് നൽകിയിട്ടുണ്ടോ ലോകത്തിന് വേണ്ടി? ലോക സമാധാനത്തിനുള്ള പുരസ്കാരം നൽകേണ്ടുന്നത് ട്രംപിനാണോ എന്നൊക്കെയുള്ളത് വരും മണിക്കൂറുകളിൽ കൃത്യമായി അറിയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു അശോക് സാർ.